ഇതിൽ പറയും ആദ്യം വളരെ പിശുക്കനായിട്ട് ജീവിച്ചാൽ പിന്നെ മറ്റേ വയസ്സാകുമ്പോഴാണോ റിച്ചായിട്ട് ജീവിക്കുക, അതുകൊണ്ട് എന്താ കാര്യം, മരിച്ചു പോയാലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ അടുത്തൊന്നും ഞാൻ പിണങ്ങാനൊന്നുമില്ല. ഇതൊരാശയമാണ്. ഈ ആശയത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്നും നന്നായി ജീവിക്കാം, പണക്കാരായിട്ട് റിച്ചായിട്ട്. ഇതിലൊരു പിശുക്കലില്ല. ഒരേ വീടാണ് കിട്ടുന്നത്. ഒരു വീട് കെട്ടിയിട്ട് ഒരു തരത്തിൽ ഫിനാൻസ് മാനേജ് ചെയ്തപ്പോൾ അയാൾ മരിക്കുമ്പോൾ ദരിദ്രനായി, മനുഷ്യ വില വയ്ക്കാത്ത മനുഷ്യനെ മരിക്കും. അതേതൊന്ന് പ്ലാൻ ചെയ്താൽ അതേ വീട് എല്ലാ ലക്ഷ്യവും അനുഭവിച്ച് മരിക്കുമ്പോഴും റിച്ചായിട്ട്, മരിക്കുമ്പോൾ എന്നല്ല ഉദ്ദേശിച്ച് 10-60 വയസ്സാകുമ്പോൾ റിച്ചായിട്ട് നല്ല കോർപ്പസോടുകൂടി റിട്ടയർ ചെയ്ത് വീണ്ടും അന്തസ്സായിട്ട് അടുത്ത തലമുറ, അടുത്ത മക്കളൊക്കെ വരുമ്പോൾ ഇയാളെ നോക്കാൻ വേണ്ടി മക്കൾ കാത്തിരിക്കും. എന്താ അറിയോ, ഈ സമ്പത്ത് അവിടെ ഉണ്ട്, അത് കിട്ടുന്നുണ്ട്. മറ്റേലോ ശരിക്കും പറഞ്ഞാൽ ഇത് വേഗം പോയി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വരെ ആളുകൾ ചിന്തിക്കുന്ന സംവിധാനത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മളാരും എളുപ്പപ്പണികൾ നോക്കരുത്. ഒരു മരം വലുതാണെങ്കിൽ അതിൻ്റെതായ കാലതാമസം എടുക്കും. ആ രീതിയിൽ തന്നെ മണ്ണിളക്കി കുഴിച്ചിട്ട് വെള്ളവും വെളിച്ചവും കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പപ്പണിയാണ്. നമുക്ക് കിട്ടുന്ന സമ്പാദ്യത്തിനൊക്കെ ഫ്ലാറ്റ് ആക്കിയിട്ട് പോകാൻ ഗതികെടും അവസാനം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് അറൌണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.